ഹായ് ഓൾ, ആദ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റീഡിംഗ് ആയിട്ട് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നലെ രാത്രിയിലുള്ള നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇന്ന് നമ്മൾ റീഡിംഗ് ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പം നിലവിൽ ബ്രേക്കപ്പ് ആയിട്ട് നിൽക്കുന്നവർക്കായിരിക്കും ഇന്നത്തെ റീഡിങ് റെസനേറ്റ് ആവുക. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് റീഡിംഗ് എടുത്ത് നോക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോയും കൂടെ ആയതുകൊണ്ടാണ് ഈ ഒരു റീഡിങ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു മാറ്റർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം നോക്കണം, അല്ലെ നമ്മളുടെ ജനറൽ റീഡിംഗ് ആയിട്ട് അങ്ങനെ ടോപ്പിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് എന്നെ അറിയിക്കാവുന്നതാണ്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അങ്ങനെ ഒരു വീഡിയോ കൊണ്ടുവരുന്നതാണ്. എന്തായാലും നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. അതുപോലെ തന്നെ പേഴ്സണലായിട്ട് റീഡിങ്സ് ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, എന്തായാലും നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡൻസ്. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡൻസ്. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡൻസ്. Please guide us. Divine, please guide us. Divine, please guide us. നിങ്ങളുടെ പേഴ്സൺ ഇന്നലെ രാത്രിയിൽ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിച്ചത്? Divine, please guide us. Divine, please guide us. Okay. For the confusion, the twin flame energy, first move, boundaries, mixed signals, King of Swords, the Sun, and Two of Pentacles, and Ten of Cups, Six of Cups, the King of Wands. ഇത്രയുമാണ് നമുക്ക് എനർജീസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നമുക്കിവിടെ ഈ ഒരു റീഡിങ്ങിൻ്റെ അകത്ത് നമുക്ക് നോക്കാൻ നേരത്ത് ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ഒരു ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ ഇരിക്കുന്ന ആൾക്കാർക്കാണ് ഇന്നത്തെ റീഡിങ് റെസനേറ്റ് ആവുക എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കാണുന്നത് നിങ്ങളിൽ നിന്നല്ലാതെ നിങ്ങളുടെ പേഴ്സൺ ആദ്യമേ തന്നെ ഈ ഒരു ബന്ധത്തിൽ ഒരു പുതിയൊരു തുടക്കങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ആദ്യമേ ഒരു പുതിയൊരു തുടക്കങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്നും ഒരു ചെറിയൊരു മെസ്സേജ് അല്ലെങ്കിൽ ചെറുതായിട്ട് വേണ്ടി വരിക. ഇത്രയും നാളും ബ്ലോക്ക് ആക്കിയിരുന്ന ഒരു പേഴ്സൺ അൺബ്ലോക്ക് ആക്കാൻ ഈ ഒരു ടൈമിൽ അവർ അങ്ങനെ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ചിലപ്പോൾ കോളായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു മാറ്റം ഈ ഒരു പേഴ്സണിൽ നിന്നും നിങ്ങൾക്ക് ഈ സമയം കാണാൻ സാധിക്കുന്നതാണ്. അതിനർത്ഥമെന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയാണ് ഇപ്പം ആദ്യമേ അവരുടെ ഭാഗത്തു നിന്നും ഒരു നീക്കം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങളെക്കാട്ടിലും മുൻപ് ആ ഒരു പേഴ്സണ് ഈ ബന്ധം വേണമെന്ന് നിങ്ങളെ അറിയിക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബന്ധത്തിൽ ഭയങ്കരമായിട്ട് ട്വിൻ ഫ്ലെയിം എനർജി നിറഞ്ഞു നിൽക്കുകയാണ്. അതായത് നിങ്ങൾ രണ്ടുപേരും മാറി നിൽക്കുന്ന സന്ദർഭത്തിൽ പോലും പലപ്പോഴും നിങ്ങളുടെ മനസ്സുകൾ ഒന്നിക്കുന്നുണ്ട്. നിങ്ങളുടെ രണ്ടുപേരുടെയും ആ ഒരു ആത്മബന്ധം, ആ ഒരു കണക്ഷൻ എന്ന് പറയുമ്പോൾ അത് ആർക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കണക്ഷൻ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ വളരെയധികം ഇഷ്ടമാണ്.
അവരെ സംബന്ധിച്ച് ഇപ്പം ഇത് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ബ്രേക്കപ്പ് വന്നിരിക്കുന്നത്. അവരുടെ ഒരു എടുത്തുചാട്ടമാണെങ്കിലും അവരുടെ കയ്യിലെ ഒരു മിസ്റ്റേക്കായിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഒരു മിസ്റ്റേക്ക് അല്ല. ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിലുള്ള ഒരു മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും നിങ്ങൾ അതിന് ഓൾറെഡി ക്ഷമ പറഞ്ഞിട്ടുള്ളതാണ്. എന്നിരുന്നാലും ഈ പേഴ്സണ് ഇവരുടെ സ്വഭാവം വെച്ച് കുറേ നാളായിട്ട് മാറി നിൽക്കുവാണ്. പക്ഷേ അവരെക്കൊണ്ട് അതിനാവുന്നില്ല. ഇങ്ങനെ പിണങ്ങി നിൽക്കുവാനുള്ള ഒരു മനസ്സ് അവർക്കില്ല എന്നതാണ്. അതേപോലെ തന്നെ അവർക്ക് ഇപ്പം ഇത്രയും നാളുമായിട്ട് ഈ ബന്ധത്തിൽ ഒരു റീയൂണിയൻ ആക്കാത്തതിൻ്റെ ഒരു പരിഭവം ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. അതായത് നിങ്ങൾക്ക് ഇപ്പം ട്വിൻ ഫ്ലെയിം എനർജി ആയതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് കൊതിക്കുന്ന പല കാര്യങ്ങളും ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സ് കൊതിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ വ്യക്തി നമ്മളോടൊപ്പം മിണ്ടണം, അല്ലെങ്കിൽ ആ ഒരു പഴയൊരു വ്യക്തിയായിട്ട് കിട്ടണമെന്നതാണ് നമ്മളുടെ ഒരു ആഗ്രഹമെന്ന് പറയുന്നത്. ആ ഒരു പഴയൊരു വ്യക്തിയായിട്ട് തന്നെയാണ് ഇപ്പം ഈ ഒരു പേഴ്സണെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ വ്യക്തി ശരിക്കും പറഞ്ഞാൽ അവർ വളരെയധികം നിങ്ങളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളമാണ് ഈ ബന്ധത്തിൽ അഡിക്റ്റഡ്. അതായത് നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾക്കൊരിക്കലും ഈ ബന്ധം വിടാൻ കഴിയില്ലെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ താനും ഈ ബന്ധത്തിൽ ഇത്രത്തോളം ഉറച്ചുപോയി. അതായത് ഇത്രയും മിസ് ചെയ്യണമെങ്കിൽ, തനിക്ക് ഇത്രയും മിസ് ചെയ്യണമെങ്കിൽ താൻ ഈ ബന്ധത്തിൽ അത്രത്തോളം മനസ്സുകൊണ്ട് ഉറച്ചു പോയെന്ന് ഈ സമയം അവർ മനസ്സിലാക്കുന്നുണ്ട്. ഒരു അഡിക്ഷൻ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണിൽ കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് ഒരു ന്യൂ ബിഗിനിങ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് നിങ്ങളുടെ പേഴ്സണോട് നിങ്ങളിപ്പോൾ എന്തോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഒന്നിലെ പ്രഗ്നൻ്റ് ലേഡി ആയിരിക്കണം, അല്ലെങ്കിൽ ഇപ്പം ഒരു പ്രഗ്നൻ്റ് ലേഡിയുടെ ഒരു പ്രസൻസ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതായത് ഒരു കുഞ്ഞിക്കാല്, ഇപ്പം നിങ്ങളിപ്പം ഭാര്യ ഭർത്താക്കന്മാരായിരിക്കാം, മേ ബി ലിവിങ് ടുഗെദർ ആയിരിക്കാം, അപ്പോൾ ഡിവോഴ്സീസ് ആയിട്ട് രണ്ടുപേരും നിൽക്കുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രസൻസ് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു പേഴ്സണെ ഒരു സന്തോഷ വാർത്ത അറിയിക്കാനിരിക്കുന്നത് കൊണ്ട് തന്നെ, അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു സ്ത്രീ ആവാം, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ആവാം, ഇപ്പം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സന്തോഷ വാർത്തയുണ്ട്. ചിലപ്പോൾ ഇതിപ്പം ഒരുപാട് പേര് എതിർത്ത് നിന്നിരുന്ന ഒരു ബന്ധം ഇപ്പം ആ പല ആൾക്കാരും എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്ന പല ആൾക്കാരും ഇപ്പോൾ ഈ ബന്ധത്തിന് അംഗീകരിച്ചിട്ടുണ്ടാവാം. മേ ബി ഇപ്പോൾ വിവാഹത്തിനൊക്കെ സമ്മതിച്ചിട്ടുണ്ടാവാം. ഇപ്പം നിങ്ങളിപ്പം ഒരു പെൺകുട്ടി ആയിരിക്കണം തന്നെ ഇല്ല, ഒരു സ്ത്രീ ആയിരിക്കണം തന്നെ ഇല്ല. ചിലപ്പോൾ ഈ റീഡിങ് കാണുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അതൊരു പുരുഷനാവാം, അല്ലെ ഒരു ആൺകുട്ടിയും ആവാം. അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സന്തോഷം ആ ഒരു വ്യക്തിയോട് പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സ് അത് വെമ്പുന്നുണ്ട് ഭയങ്കരമായിട്ട്. ആ ഒരു പേഴ്സണോട് ഈ കാര്യം പറയാതിരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നാണ് കാണാൻ കഴിയുന്നത്. അവരോട് പക്ഷെ പറയാനുള്ള ഒരു മനസ്സ്, അത് നിങ്ങൾക്ക് ഒരു പേടി വരുന്നു. അതായത് അവരെന്തെങ്കിലും പറഞ്ഞാലോ, അല്ലെങ്കിൽ അത് അവർ റിജക്റ്റ് ചെയ്താലോ, അല്ലെങ്കിൽ ഇത് വേണ്ടാന്ന് വെച്ചാലോ എന്ന് നിങ്ങളുടെ മനസ്സ് ഇടറുന്നുണ്ടെന്നാണ് കാണാൻ കഴിയുന്നത്. ആ ഒരു ഇടർച്ചയെന്ന് പറയുമ്പോൾ ആ ഒരു പതർച്ച കൊണ്ട്, ആ പതറൽ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇപ്പം നിങ്ങൾ ആ ഒരു വ്യക്തിയോട് ഈ വിഷയം സംസാരിക്കാതെ ഇരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ആരെങ്കിലുമൊക്കെ വഴി ഈ ഒരു പേഴ്സൺ ഈ കാര്യം അറിയണം എന്നുള്ളൊരു കാര്യം. എന്നാൽ ഇപ്പം ഈ പേഴ്സൺ ആര് വഴിയും അറിഞ്ഞില്ലെങ്കിൽ പോലും ട്വിൻ ഫ്ലെയിം എനർജി കൊണ്ട് ഈ പേഴ്സൺ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം അറിഞ്ഞിരിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. ഈ പേഴ്സൺ അത് നിങ്ങളോട് ചോദിക്കുവാൻ സാധ്യതയുണ്ട്. ഒന്നില്ലെങ്കിൽ ഈ വിവാഹത്തിൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ആവാൻ ചിലപ്പോൾ നിങ്ങളോട് ആ സെലിബ്രേഷൻ പറയാനുള്ളത്, ആ നല്ല ഒരു മൊമെൻറ്റ് നിങ്ങളുടെ ഇപ്പോൾ വീട്ടിലില്ല, നിങ്ങളുടെ ഭാഗത്തു നിന്നല്ല ആ ഒരു സെലിബ്രേഷൻ, എന്നാൽ പോലും സെലിബ്രേഷനെങ്കിൽ പോലും ആ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നാണേലും ആ വ്യക്തി നിങ്ങളോട് അത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ ആ ഒരു പേഴ്സണോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, പരസ്പരം രണ്ടുപേരും അകന്നാൽ നിങ്ങളുടെ മനസ്സ് ഒന്ന് തന്നെയാണെന്നാണ് കാണിക്കുന്നത്. രണ്ടുപേരുടെ മനസ്സ് ഒന്ന് തന്നെയാണ്. രണ്ടുപേർക്കും മനസ്സുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായിട്ട് ഒന്നിച്ച് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, ഈ ബന്ധത്തെ അല്ലാതെ എനിക്ക് മറ്റൊരു ബന്ധത്തെ സ്വീകരിക്കാനാവത്തില്ല എന്നതാണ് നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സ് പറയുന്നത്.
രണ്ടുപേരുടെ മനസ്സ് ശക്തമാണ്. ശക്തമായിട്ടുള്ളൊരു പ്രണയം അവിടെ ഉടലെടുത്തിരിക്കുന്നു. നിങ്ങളുടെ ആത്മബന്ധം അവിടെ പൂർണ്ണമായിട്ട് ഒന്നിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾക്കെന്നല്ല, ഏതൊരു വ്യക്തി പരിശ്രമിച്ചാൽ പോലും നിങ്ങളുടെ മനസ്സിനെ പിളർക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ഈ ഒരു എനർജിയിൽ അത്രയും കത്തി ജ്വലിച്ചു നിൽക്കുന്നു എന്നതാണ് ഇവിടെ ഈ ഒരു സ്പ്രെഡിൽ കാണാൻ കഴിയുന്നത്. ഭയങ്കരമായിട്ടൊരു മിററിങ് എനർജിയാണ്. അതായത് നമ്മൾ ഒരു കണ്ണാടി നോക്കുമ്പോൾ ആ കണ്ണാടിയിൽ നമ്മുടെ സ്വന്തം രൂപം, നമ്മുടെ സ്വന്തം മുഖമാണ് കാണുന്നത്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ കണ്ണാടിയിലൂടെ നമ്മൾ നമ്മളെ തന്നെയാണ് കാണുന്നത്. നമ്മുടെ മനസ്സ് തന്നെയാണ് ആ കണ്ണാടിയുടെ മുൻപിലും ഉള്ളത്. അതുപോലെ തന്നെയാണ് ഈ ഒരു പേഴ്സൻ്റെ കാര്യവും. അതായത് നിങ്ങളെന്ന് പറയുന്ന പേഴ്സണാണ് അവരുടെ ഒരു കണ്ണാടി. അവർ മുൻപിൽ നോക്കുമ്പോൾ നിങ്ങളെ കാണാൻ സാധിക്കുന്നു. അവർക്ക് ആ ഒരു കണ്ണുകളിലൂടെ നിങ്ങളുടെ പ്രണയം, നിങ്ങളുടെ സത്യസന്ധത, നിങ്ങൾ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് ഇപ്പോൾ ഈ പേഴ്സൺ അറിഞ്ഞിട്ടുണ്ടെന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ സന്തോഷ വാർത്ത വന്നിരിക്കുന്നത് അത് ഡിവൈനായിട്ട് ഈ പേഴ്സൻ്റെ മനസ്സിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നും ആ ഒരു പേഴ്സൻ്റെ ഒരു ഫാമിലി അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്നും അവർ ഇപ്പം നിങ്ങളായിരിക്കും മേ ബി ഒരു പുരുഷനല്ല ആണ്. അപ്പം നിങ്ങൾക്ക് ആ ഒരു പേഴ്സൺ എന്തോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് എന്തോ സംതിങ് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടാനുണ്ടെന്നാണ് നിങ്ങളിപ്പം മനസ്സിൽ വിചാരിക്കുന്നത്. അതായത് നിങ്ങൾ ഒരുപാട് നാൾ ആഗ്രഹിച്ച ഒരു കാര്യം ചിലപ്പോൾ ഇപ്പോൾ പല ട്രീറ്റ്മെൻറ്റും ചെയ്ത് ഒരുപാട് നാളായിട്ട് കുഞ്ഞുങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുന്ന പല ആൾക്കാരും കാണുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ കാര്യം മാത്രമല്ല ഇവിടെ കാണാൻ കഴിയുന്നത്. പല ആൾക്കാരും ഈ വിവാഹം അല്ലെങ്കിൽ ഈ ബന്ധുക്കളൊക്കെ എതിർക്കുന്ന ഒരു ബന്ധം അതൊക്കെ സമ്മതിച്ചു, അങ്ങനെയുള്ള പല വാർത്തകളും കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ ചില ആൾക്കാരെ സംബന്ധിച്ച് ഒരു ഭയങ്കര സ്നേഹമാണ് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സന്തോഷ വാർത്തയായിട്ട്. അതേപോലെ തന്നെ ഇവിടെ കൂടുതലായിട്ടും ഈ ബന്ധത്തിൽ ശരിക്കും പറഞ്ഞാൽ ഈ പേഴ്സൺ ആദ്യമേ ഉണ്ടായിരുന്ന ഒരു അറ്റാച്ച്മെൻ്റ് അല്ല നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഉള്ളത്. ആദ്യമേ ഉണ്ടായിരുന്ന ഒരു ബൗണ്ടറീസ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഭയങ്കരമായിട്ടും ഇത് മുൻപോട്ട് പോയിട്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് മാത്രം ഈ ബന്ധത്തിൽ നിൽക്കാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ നിന്നിട്ടുണ്ടായിരുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ ആദ്യമേ തന്നെ ഈ ബന്ധത്തിൽ അഡിക്റ്റഡ് അല്ലായിരുന്നു. അവർ ശരിക്കും പറഞ്ഞ ഇതൊരു പരീക്ഷണമായിട്ട് മാത്രമാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ബന്ധം നിങ്ങൾ ഏത് രീതിക്ക് കൊണ്ടുപോകുന്നു, നിങ്ങളുടെ മനസ്സ് ഏത് രീതിക്ക് പോകുന്നു എന്ന് അറിഞ്ഞിട്ട് മാത്രമേ ആ ഒരു പേഴ്സൺ അങ്ങനെ തീരുമാനം എടുക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ആ ഒരു മനസ്സ് കണ്ടു, നിങ്ങളെ ഇഷ്ടപ്പെട്ടു, നിങ്ങളെ ബോധിച്ചിട്ടുണ്ട്. ആ ഒരു പേഴ്സണ് നിങ്ങൾ കറക്റ്റായിട്ടുള്ളൊരു പാർട്ട്ണറാണെന്ന് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഈ ബന്ധത്തിൽ അഡിക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത്. ആ ഒരു പേഴ്സൺ ആദ്യമേ ഉണ്ടായിരുന്ന പോലെയല്ല. ആദ്യമേ ഉണ്ടായിരുന്നത് നിങ്ങളോടൊരു ഫേക്കായിട്ടുള്ളൊരു സ്നേഹത്തോടു കൂടിയാണ്. അത്ര ആത്മാർത്ഥതയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങളോട് കാണിച്ചിട്ടുണ്ടായിരുന്നൊരു സത്യസന്ധതയുടെ പിന്നിലും ആ ഒരു പേഴ്സൺ ഒരുപാട് കഥകൾ പറയുവാനുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബന്ധത്തിൽ നിങ്ങളറിയാതെ നിങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ഈ പേഴ്സൺ പഠിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ആ പഠിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് നിൽക്കുന്നതെന്നും നിങ്ങളുടെ സ്നേഹം സത്യസന്ധമായിട്ടുള്ളൊരു സ്നേഹമാണെന്നും നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു പേഴ്സണ് യഥാർത്ഥത്തിൽ അവരുടെ മനസ്സ് ശക്തമായിട്ടും നിങ്ങളുമായിട്ടുള്ളൊരു ബന്ധത്തിന് വേണ്ടി ആഗ്രഹിച്ച് ഇപ്പം നിൽക്കുന്നത്. എന്തോ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളിപ്പോൾ പിണങ്ങി നിൽക്കുവാണ്. ചിലപ്പം ഇപ്പോൾ ഈ പേഴ്സൺ ആത്മാർത്ഥമായിട്ടല്ല സ്നേഹിക്കുന്നതെന്നൊക്കെ അറിഞ്ഞ് നിങ്ങൾ തന്നെ മാറി നിൽക്കുന്നതാവാം. അപ്പോൾ എന്തോ ഒരു ബൗണ്ടറീസ് ഇവിടെ ഉണ്ടെങ്കിലും ശരിക്കും ആ ഒരു ടിൻ ഫ്ലെയിം എനർജിയുടെ ആ ഒരു പ്രസരിപ്പ് കാരണം ഇപ്പം ഈ ബന്ധത്തിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹം ആ ഒരു പേഴ്സണ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കും ഈ പകർന്നു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണോട് ദേഷ്യമൊന്നും വരുന്നില്ലായിരിക്കും. പക്ഷേ അവരോട് എന്തോ മിണ്ടണം എന്നുള്ളൊരു മനസ്സായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. ഡെഫിനറ്റ്ലി ഈ ടിൻ ഫ്ലെയിം എനർജിയുടെ ഒരു എനർജി കാരണമാണ് നിങ്ങൾക്കും അങ്ങനെ തോന്നാനുള്ളൊരു കാരണമെന്ന് പറയുന്നത്. നിങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. കാരണം ഈ പേഴ്സൺ ഈ ബന്ധത്തിൽ ഇനി ഇവർ ആത്മാർത്ഥമായിട്ട് നിൽക്കുമോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴാണ് ഈ ബന്ധത്തിന് കുറച്ചും കൂടെ മൂല്യം കൽപ്പിക്കുന്നത്. ഇപ്പോഴാണ് ഈ ബന്ധത്തിൽ ആത്മാർത്ഥമായിട്ട് ഈ പേഴ്സൺ നിൽക്കുന്നത്. ഇപ്പോഴാണ് ഈ ബന്ധത്തിൽ ഈ പേഴ്സൺ അഡിക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിങ് വളരെ നല്ലൊരു റീഡിംഗ് ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.
എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണലായിട്ട് റീഡിങ്സ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബായ്.